നമ്മളും ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡുകൾ ഒരുപാട് ഒട്ടനവധി ഉണ്ടെങ്കിലും ഏറ്റവും പോപ്പുലർ ആയിട്ടൊരു എക്സാമ്പിളാണ് ഞങ്ങളുടെ ഒരു സക്സസ് സ്റ്റോറി എന്ന് ഞാൻ പറയുന്നത്. 1994 ഞങ്ങളുടെ ക്ലയൻറ്റായ മലയാള മനോരമ പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് കൊണ്ടുവന്നു, കലണ്ടർ. ആദ്യമായിട്ടാണ് ഒരു മീഡിയ സ്ഥാപനം ഒരു കലണ്ടറിനെ ഒരു പ്രൊഡക്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആര് വാങ്ങും? കാരണം കേരളത്തിലെ ഒട്ടനവധി പേർക്കും കലണ്ടർ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. ആ സമയത്താണ് IIM അഹമ്മദാബാദിൻ്റെ സഹായത്തോടെ ഒരു സ്റ്റഡി ഞങ്ങൾ നടത്തിയത്. ഇതിൻ്റെ അകത്ത് ഡേറ്റ് കാണുക എന്നുള്ളതിലുപരി ഒരുപാട് വാല്യുബിൾ ഇൻഫർമേഷൻസ് കൊടുത്ത് വാല്യൂ അഡീഷൻസ് നിറയ്ക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് വന്നത്. പഞ്ചാംഗം, നക്ഷത്ര സമയം, ഉത്സവങ്ങൾ, വിശേഷ ദിവസങ്ങൾ, STD കോഡുകൾ, ട്രെയിൻ സമയങ്ങൾ, അങ്ങനെ ഒട്ടനവധി വാല്യൂ അഡീഷൻസും കൂടെ കൊണ്ടുവന്ന് ഒരു പ്രൊഡക്റ്റാക്കി ഇത് മാറ്റി. ആൻഡ് ആ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യാനായിട്ട് ഒരു കാർണവർ ഇമേജുള്ള, പവർഫുള്ളായ അതോറിറ്റി ഇമേജുള്ള ഒരു ഐക്കോണും ഞങ്ങൾക്ക് വേണമായിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ മറ്റൊരാളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തിലകൻ സാറിലേക്ക് എത്തുകയും അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൻ്റെ ഫേസായിട്ട് ഉപയോഗിച്ച് 94 ആദ്യത്തെ മനോരമ കലണ്ടർ ക്യാമ്പയിൻ ശ്രവ്യ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് 31ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ക്യാമ്പയിൻ ഇന്നും മലയാളത്തിലെ ലോങ്ങസ്റ്റ് റണ്ണിങ് സക്സസ്ഫുൾ ക്യാമ്പയിൻസിലൊന്നായി മലയാളിയുടെ സ്വന്തം കലണ്ടർ മനോരമ തന്നെ ആയി മാറുകയായിരുന്നു.